السلام عليكم. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. بسم الله الرحمن الرحيم. الحمد لله على إحسان والشكر الله وعلى توفيقه وامتنان. أصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد صلى الله عليه وسلم وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. ثم أورثنا الكتاب الذين اصطفينا من عبادنا. വേദിയിലിരിക്കുന്ന കോളേജ് ഡയറക്ടർ ടി യൂസുഫ് അലി സലാഹി, അതേപോലെ കോളേജ് പ്രസിഡന്റ് കെ ജബ്ബാർ സാഹിബ്, തഹ്ഫീദ് ഖുർആൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചുമതല വഹിക്കുന്ന എം മുഹമ്മദ് അലി മൗലവി, തഹ്ഫീദ് ഖുർആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപകൻ ഹാഫിദ് ബിലാൽ അഹമ്മദ്, അതേപോലെ വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുന്ന തഹ്ഫീദുൽ ഖുർആനിലെ വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കോളേജിലെ തഹ്ഫീദുൽ ഖുർആൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഖുർആൻ പൂർണ്ണമായും ഹൃദയസ്ഥമാക്കി 7 കുട്ടികൾ ഇന്ന് പടിയിറങ്ങുകയാണ്. നമുക്കൊക്കെ അറിയാം, സമകാലിക സാഹചര്യത്തിൽ ഒരു വിഭാഗം കുട്ടികളെ കുറിച്ച് മോശമായ വാർത്തകളും മോശമായ രൂപത്തിലുള്ള കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, വേറൊരു ഭാഗത്ത് നിന്ന് ഇത്തരം സന്തോഷം നൽകുന്ന കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ ഉത്തമര് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന പ്രവാചക വചനത്തിന്റെ ജീവിക്കുന്ന സാക്ഷികളാവുകയാണ് ഈ 7 പിഞ്ചു പൈതങ്ങൾ. നമുക്കൊക്കെ അറിയാം, വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ, നിങ്ങളുടെ ആത്മാവിന് ജീവൻ നൽകുന്ന ഒരു ഗ്രന്ഥം, അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ രൂപത്തിലുള്ള ഇരുട്ടുകളിൽ നിന്നും വകദാലിക ജഅൽനാഹു നൂറാ, നിങ്ങൾക്ക് പ്രകാശം നൽകുന്ന ഗ്രന്ഥം, നിങ്ങളുടെ ഹൃദയങ്ങളിലെ രോഗങ്ങൾക്ക്
നിങ്ങളുടെ മാനസികമായ പ്രയാസങ്ങൾക്ക് വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, നിങ്ങൾക്ക് ശമനമുണ്ട് എന്ന് പറയപ്പെട്ട ഒരു ഗ്രന്ഥം. അതോടൊപ്പം തന്നെ നിങ്ങളേത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ടാലും ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, നിങ്ങൾക്ക് ആ പ്രയാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല വഴി കാണിച്ചു തരുന്ന ഈ ഗ്രന്ഥം, ഈ പരിശുദ്ധ ഗ്രന്ഥമാണ് സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിനെ അനന്തരാവകാശമാക്കി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ പ്രഖ്യാപനമാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ 7 ആളുകൾ. അതുകൊണ്ട് തന്നെ ഖുർആനിനെ കുറിച്ച് പരാമർശിച്ചിടത്ത് അള്ളാഹു പറഞ്ഞ ഒരു കാര്യം ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി എന്നാണ്. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും മാത്രമാണ് നിങ്ങൾക്കിത് സാധിച്ചിട്ടുള്ളത്. ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് ഇവരുടെ രക്ഷിതാക്കളെ, ഇവരെ ഇങ്ങനെ വളർത്തി വലുതാക്കിയ സമൂഹമേ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ദുനിയാവിൽ ഒരുക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിനേക്കാളും ഖൈറായതാണ് ഈ മക്കളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. എന്തുമാത്രം പരിഗണനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഈ ലോകത്ത് മാത്രമല്ല, നാളെ പരലോകത്തെത്തിയാൽ സ്വർഗം തട്ടുതട്ടുകളായി അടുക്കി വെക്കപ്പെട്ട വിശാലമായ ഭവനമാണ് എന്ന് നമ്മളൊക്കെ പഠിച്ചവരാണ്. ആ സ്വർഗത്തിന്റെ പടിവാതിൽക്കലേക്ക് ഓരോ ആളുകൾ എത്തുമ്പോഴും ആ സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് ഓരോ മലക്കുകളും നിന്റെ സ്വർഗത്തിലെ സ്ഥാനം ഇന്നതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മളോട് ഓരോരുത്തരോടും പറയുമ്പോ, അസ്ഹാബുൽ ഖുർആനിന്റെ ആളുകളായി വന്ന ആളുകളോട് ഖുർആനിനെ മാത്രം നെഞ്ചേറ്റിക്കൊണ്ട് ഖുർആൻ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ആ രൂപത്തിൽ വരുത്തിവെച്ച ആളുകളോട് അള്ളാഹു പറയുന്ന ഒരു വാചകം, ഇഖ്റ വറത്തിൽ കമാ അൻത തുറത്തിലു ഫിദ്ദുനിയ, ദുനിയാവിൽ എങ്ങനെയാണോ നീ ഓതിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നീ ഓതിക്കൊള്ളുക. സ്വർഗത്തിൽ നിന്റെ സ്ഥാനം ഇന്നതാണ് എന്ന് ക്ലിപ്തപ്പെടുത്തപ്പെട്ടിട്ടില്ല. സ്വർഗത്തിൽ നിന്റെ സ്ഥാനം ഇന്നതാണ് എന്ന് ഫിക്സ് ആക്കിയിട്ടില്ല. സ്വർഗത്തിൽ നിനക്കുള്ള സ്ഥാനം ഫഇന്ന മൻസിലതുക ഇൻദ ആഖിരി ആയത്തിൻ അല്ലതി തഖറഉഹാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നീ പാരായണം ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതാണോ ആ അവസാനത്തെ ആയത്തുമായി നീ എത്തുന്ന പൊസിഷനാണ് സ്വർഗത്തിലെ നിന്റെ സ്ഥാനം എന്ന് അള്ളാഹു വിശേഷിപ്പിക്കപ്പെട്ട ആ ഒരു സൗഭാഗ്യം ലഭിച്ചവരാണ് അസ്ഹാബുൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകൾ. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. രക്ഷിതാക്കളോട് സൂചിപ്പിക്കാനുള്ളത് ഫല്യഫ്റഹു, നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾക്ക് ആനന്ദിക്കാം. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ഒരുക്കുകൂട്ടിയ പണത്തെക്കാളും നിങ്ങൾക്ക് കിട്ടിയ ഭൗതികമായ എല്ലാ സംവിധാനത്തെക്കാളും അള്ളാഹു നൽകുന്ന ഏറ്റവും ഖൈറായ സമ്പാദ്യമാണ് നിങ്ങൾ ഈ വിരിയിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സൗഭാഗ്യത്തെ ഇനി കെടാതെ കാത്തു സൂക്ഷിക്കുക. വിശുദ്ധ ഖുർആൻ ഖത്മാക്കിക്കൊണ്ട് പൂർത്തിയാക്കിക്കൊണ്ട് അവരിവിടെ നിന്ന് പടിയിറങ്ങുമ്പോ ഒരിക്കലും തന്നെ പിന്നീട് ആ കുട്ടിയെ നമ്മൾ മറന്നു കളയാൻ പാടില്ല. ഒരു നിഴലായി അവന്റെ കൂടെ ഉണ്ടാവണം. അവര് ഖുർആൻ പൂർണ്ണമായി ഉസ്താദിന് ഓതിക്കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി അത് മുറാജ നടത്തണം, ഇനി അത് ദൗറ നടത്തണം. അങ്ങനെ മുറാജയും ദൗറയും നടത്തി ഒരു ഹാഫിളുൻ കാമിൽ എന്ന പദവിയിലേക്ക്, പരിപൂർണമായ ഹാഫിള എന്ന ആ പദവിയിലേക്ക് എത്തിക്കാൻ ഇനി രക്ഷിതാക്കളാണ് അതിന് അവരെ നിർബന്ധിക്കേണ്ടതും അതിന് സമയം കണ്ടെത്തേണ്ടതും. അവരുടെ കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ എല്ലാ രൂപത്തിലുള്ള ഖൈറും ബർക്കത്തും എല്ലാ രൂപത്തിലുള്ള നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കും ഇവരുടെ രക്ഷിതാക്കൾക്കും നൽകുമാറാവട്ടെ. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കുന്നത് എം മുഹമ്മദ് അലി മൗലവിയാണ്.
ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ വേദിയിൽ നമ്മോട് ഉത്ബോധന പ്രസംഗം നടത്തി സംസാരിക്കുന്നത് നമ്മുടെ ഡയറക്ടർ ടി യൂസുഫ് അലി സ്വലാഹിയാണ്. ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഉസ്താദിനെ പൊന്നോട് അണിയിച്ചുകൊണ്ട് ആദരിക്കുന്നതും നമ്മോട് സംസാരിക്കുന്നതും കോളേജിന്റെ പ്രസിഡന്റ് KA ജബ്ബാർ സാഹിബാണ്. അദ്ദേഹത്തെയും ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഇസ്ഹാഖ് മാസ്റ്റർ, അതേപോലെ അബ്ദുൽ ഖാദർ സ്വലാഹി, അനീസ് സ്വലാഹി, ഇവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാറ്റിനും പുറമെ ഖത്മുൽ ഖുർആൻ പരിപൂർണമായി ഓതിത്തീർക്കുന്ന 7 വിദ്യാർത്ഥികൾ, അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു മനോഹരമായ ഈ ഒരു അവസരത്തിന് സാക്ഷികളാവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അവരുടെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരങ്ങളെയും പ്രിയ വിദ്യാർത്ഥികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് മുഹമ്മദ് അലി മൗലവിയെ ആദരപൂർവ്വം ക്ഷണിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله وحده وصلى الله على نبينا محمد وآله وصحبه أجمعين. أما بعد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സ്റ്റേജിലിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ, ഈ കോളേജിൻ്റെ ഡയറക്ടർ, പ്രസിഡന്റ്, മറ്റു ഉത്തരവാദപ്പെട്ട നേതാക്കളെ, വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ വർഷം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആൻ 30 ജുസും മനഃപ്പാടമാക്കി ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വരുന്ന നമ്മുടെ മക്കൾ വല്ലാത്തൊരു ഐശ്വര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സന്ദർഭമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായി അത് കൈകാര്യം ചെയ്യുന്ന ആയതുകൊണ്ട് വലിയ പ്രാധാന്യവും ഒന്നും അതിന് കൽപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ മനുഷ്യരാശിക്ക് വെച്ച് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത്, ഏറ്റവും അമൂല്യമായത് ഏതെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ ഏറ്റവും അമൂല്യമായത് അതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ കൂരാക്കൂരിട്ടിൽ നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ ഒരു കൈത്തിരി, ഒരു വെളിച്ചം ലഭിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന സന്തോഷം എത്രമാത്രമാണോ അതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ. മാനവതയ്ക്ക് ലഭിച്ച വെളിച്ചമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അത് വെളിച്ചമാണ്. ആ വെളിച്ചം ഉപയോഗപ്പെടുത്തി മനുഷ്യൻ മാനുഷികമായ ഏറ്റവും ഉന്നതമായ പദവികളിലേക്ക് കയറി ചെല്ലാൻ അവന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. കാരണം പരിശുദ്ധ ഖുർആനിന്റെ ആഗമനത്തിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യരാശിയുടെ സ്ഥിതി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ പരിശുദ്ധ ഖുർആനിന്റെ ആഗമനത്തിന് മുമ്പ് അവർ ശക്തമായ, വ്യക്തമായ, സ്പഷ്ടമായ വഴികേടിലായിരുന്നു എന്നതാണ്. ആ കാലഘട്ടത്തിലുള്ള മനുഷ്യരാശിയുടെ ചരിത്രത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയത് 3W എന്നതാണ്. ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. 6-ാം നൂറ്റാണ്ടിൽ ആളുകളെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. വൈൻ വാർ വിമൺ എന്ന അടി, പിടി, കുടി ഇതില്ലാത്ത ഒരു നാളും ഒരു പകലും അവർക്കുണ്ടായിരുന്നില്ല എന്നതാണ്. സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഈ വക ക്രിയകളിൽ ഏർപ്പെടാതെയുള്ള കഴിച്ചുകൂട്ടൽ അവരെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യമായിരുന്നു എന്നതാണ്. അത്രയും മോശമായ ഒരു സംസ്കാരത്തിന്റെ ആളുകളെയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ഏറ്റവും ഉന്നതമായ സംസ്കാരത്തിന്റെ വക്താക്കളായി കേവലം 23 കൊല്ലക്കാലത്തിനിടയിൽ പരിവർത്തിപ്പിച്ച് കൊണ്ടുവന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അതിനുപയോഗിച്ച താക്കോൽ, അതിനുപയോഗിച്ച മരുന്ന് അത് പരിശുദ്ധ ഖുർആൻ മാത്രമായിരുന്നു. ആ പരിശുദ്ധ ഖുർആൻ മുഖേനയാണ് യഥാർത്ഥത്തിൽ മാനവതയ്ക്ക് എക്കാലത്തും ദീപശിഖയായി കൊണ്ടു നടക്കാനുള്ളത്. ആ പ്രകാശത്തെ നമ്മൾ അതിനെ പരത്തിക്കൊണ്ടേയിരിക്കണം, അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ പരിശുദ്ധ ഖുർആൻ പഠിച്ചിരിക്കുന്ന, മനഃപ്പാടമാക്കിയിരിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, സന്തോഷമാണ് മനസ്സിൽ. പക്ഷേ ഒരു കാര്യം, എത്രയും പെട്ടെന്ന് അവർക്കത് 2 or 3 അല്ലെങ്കിൽ വളരെ പരിമിതമായ കാലഘട്ടങ്ങൾ കൊണ്ട് പഠിച്ചു വളരാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ അത് അവരുടെ മനസ്സുകളിൽ നിന്ന് ഇറങ്ങിപ്പോകാനും സാധ്യതകൾ ഏറെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കണ്ണ് എപ്പോഴും അവരിലേക്ക് നിങ്ങളിൽ നിന്നുണ്ടാവണം എന്നതാണ്. അത്രയും പെട്ടെന്ന് ദിവസവും അത് പാരായണം ചെയ്യാതെ കഴിച്ചു കൂട്ടിയാൽ, അതിൽ നിന്ന് അവർ മാനസികമായി അകന്നാൽ, അത് അവരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ മനസ്സുകളിൽ നിന്ന് അറിയാതെ തന്നെ ഇല്ലാതെയായി പോകുമെന്നത്, ആ തിരിച്ചറിവാണ് നമുക്ക് ആവശ്യമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. അത് രക്ഷിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവര് ഇനിയിപ്പോ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്, അവർക്ക് കടന്നു പോകാനുള്ള ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞാലും അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോ അവര് പഠിച്ചവരാണ്, ഖുർആൻ മനഃപ്പാടമാക്കിയ കുട്ടികളാണ് എന്നൊരു സന്തോഷം നമുക്കുണ്ടാകുമെങ്കിലും ആ സന്തോഷം നിലനിൽക്കണമെങ്കിൽ അവരിൽ അത് നിലനിൽക്കണമെന്നതാണ്. അവരിൽ അത് നിലനിൽക്കണമെങ്കിൽ വീട്ടിലാണെങ്കിൽ പോലും സുബഹി നമസ്കാരത്തിൽ, ഇശാ നമസ്കാരങ്ങളിൽ, മഗ്രിബ് നമസ്കാരങ്ങളിലൊക്കെ അവർക്ക് കിട്ടാവുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തി ആ പരിശുദ്ധ ഖുർആനിനെ ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യമാണ് അവർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠിച്ചു പുറത്തിറങ്ങുന്ന മക്കൾക്ക് അത് ഹൃദയസ്ഥമായി കാലാകാലങ്ങളിലായി നിലനിർത്താനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ മക്കൾ മുഖേന കൺകുളിർമയും സമാധാനവും സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖമായ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പരിപാടികളിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ ഉദ്ബോധനം നടത്തുന്നത് നമ്മുടെ കോളേജിന്റെ ഡയറക്ടർ ടി യൂസഫ് അലി സലാഹിയാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന. ബഹുമാന്യനായ വണ്ടൂർ സലഫിയ കോളേജിന്റെ പ്രസിഡന്റ് കെ എ ജബ്ബാർ സാഹിബ്, മാനേജറും തഹ്ഫീദുൽ ഖുർആന്റെ ചാർജ് വഹിക്കുന്ന ആളുമായ എം അഹ്മദ് അലി മൗലവി, തഹ്ഫീദുൽ ഖുർആന്റെ പ്രിൻസിപ്പൽ, സലഫിയ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ ഹാഫിദ് മുഹമ്മദ് നസീം മദനി, ബഹുമാന്യരായ ഇന്ന് വിശുദ്ധ ഖുർആൻ ഖത്മുൽ ഖുർആൻ നടത്തുന്ന മുഫ്ലിഹ് റഹ്മാൻ ബിന് മുജീബുർ റഹ്മാൻ, ഷിഫിൻ ഹംദ് ബിന് ഷാനവാസ്, തസ്മൽ ഹക്ക് ബിന് നൂർ സമാൻ, അലൂഫ് ബിന് ഇസ്ഹാഖ്, ഹുബൈബ് ബിന് നൗഷാദ്, മുഹമ്മദ് ഹനീഫ് ബിൻ അബ്ദുസ്സലാം, ഇബ്രാഹിം ബിൻ മുജീബ്, ബഹുമാന്യരായ ഹാഫിളായി പുറത്തിറങ്ങുന്ന പൊന്നുമക്കളുടെ ഉപ്പമാരെ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, രക്തബന്ധുക്കളെ, ആദരണീയരായ വിദ്യാർത്ഥിനികളെ, സമാദരണീയരായ സ്റ്റേജിലിരിക്കുന്ന പ്രധാന വ്യക്തിത്വങ്ങളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ
വണ്ടൂർ, കാളികാവ്, പാണ്ടിക്കാട്, തൃക്കലങ്കോട് 4 മണ്ഡലങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സ്ഥാപനമാണ് സലഫിയ അറബിക് കോളേജും അതുപോലെ തഹ്ഫീദുൽ ഖുർആൻ ആൺകുട്ടികളുടെ സ്ഥാപനം, തഹ്ഫീദുൽ ഖുർആൻ പെൺകുട്ടികളുടെ സ്ഥാപനം, അൽമനാർ ഖുർആനിക് പ്രീ സ്കൂൾ. 4 സ്ഥാപനങ്ങൾ ഔദ്യോഗികമായി ഇവിടെ നടക്കുമ്പോൾ ഇവിടെയുള്ള അറബിക് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ലേഷൻ കോഴ്സ് ഭാഗികമായിട്ടും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പൊന്നുമക്കള് വിശുദ്ധ ഖുർആൻ പഠിച്ച് അതിൻ്റെ അടങ്ങിയിരിക്കുന്ന സാരാംശവും കൂടെ ഒരൽപാൽപമായി പഠിച്ച് അവരെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഹൃദിസ്ഥമാക്കി പുറത്തിറങ്ങുന്ന സമയമാണ്. അല്ലാഹു അവർക്ക് അത് പരിപൂർണമായി മരണം വരെ നിലനിർത്താനും അതോടൊപ്പം തന്നെ ആ വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ച പ്രകാശമുണ്ടല്ലോ, സംസ്കാരമുണ്ടല്ലോ, സ്വഭാവ മഹിമകളുണ്ടല്ലോ, വിശ്വാസ കർമ്മ കാര്യങ്ങളുണ്ടല്ലോ, 100% അത് ജീവിതത്തിൽ പകർത്തി മുത്തഖീങ്ങളായി ജീവിച്ച് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കാൻ മഹത്തായ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പൊന്നുമ്മമാരെ പൊന്നുപ്പമാരെ സ്വർഗത്തിലെത്തി കൂടെ കൈപിടിച്ച് ജന്നാത്തുൽ ഫിർദൗസ് വരെ ഉയർന്നു പോകാൻ അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാതാപിതാക്കൾ ഭൗതികമായ പല പഠനങ്ങളും ഒഴിവാക്കി ആത്മീയമായിട്ട് വിശുദ്ധ ഖുർആന്റെ പൊൻവെളിച്ചം ഞങ്ങളുടെ പൊന്നുമക്കളുടെ മനസ്സിലേക്ക് നൽകണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ പൊന്നുമക്കളെ സലഫിയ കോളേജിലേക്ക് വിട്ടത്. ഈ സ്ഥാപനം അവർക്ക് വേണ്ട ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, മനഃപ്പാഠമാക്കാൻ, ഹൃദിസ്ഥമാക്കാൻ ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ച നിത്യജീവിതത്തിലെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ പഠിപ്പിച്ച് അവരെ നല്ല സംസ്കാരമുള്ള മക്കളാക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് അവർ ഈ ഭാഗ്യത്തിൽ എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ പൊന്നുമ്മമാർ, പൊന്നുപ്പമാർ, അവരുടെ രക്തബന്ധുക്കൾ, കൂട്ടുകാർ, കുടുംബക്കാർ, ഈ സ്ഥാപനത്തിലെ നടത്തിപ്പുകാർ, ഉസ്താദുമാർ എല്ലാവരും കൂടിയിട്ടാണ് ഈ സംഗതി നിർവഹിച്ചിട്ടുള്ളത്. അപ്പോ ഈ പൊന്നുമക്കൾക്ക് വിശുദ്ധ ഖുർആന്റെ പൊൻവെളിച്ചം, അതിൻ്റെ ആശയ പഠനം അതുകൂടി നടത്താൻ തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെ ബഹുമാന്യരായ രക്ഷിതാക്കളോട് എല്ലാ പ്രഭാത സമയത്തും വൈകുന്നേര സമയത്തും വിശുദ്ധ ഖുർആന്റെ ഓരോ ജുസുകൾ ആവർത്തിച്ചു ഓതാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ അവർ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ആ വിശുദ്ധ ഖുർആന്റെ ആശയം വെളിച്ചത്തോടെ അവർ ജീവിക്കുകയാണെങ്കിൽ ഈ ദുനിയാവിലും പരലോകത്തും
അവർ വിജയിക്കുന്നവരാണ്, സമാധാനമുള്ളവരാണ്, സന്തോഷമുള്ളവരാണ്, ആനന്ദകരമായ ജീവിതം നയിക്കാൻ കഴിവുള്ളവരാണ്. സാമ്പത്തികമായി ഒരുപക്ഷെ അവർക്ക് ഇവിടെ ബാക്കിയുള്ള ആളുകളെ പോലെ ഉയർന്നു വരാൻ കഴിയുന്നവരുണ്ടാകാം. ചിലപ്പോൾ അള്ളാഹുവിന്റെ തൗഫീക്ക്, അള്ളാഹുവിന്റെ ഖുദറത്ത് എന്താണോ, അള്ളാഹു തീരുമാനിച്ചത് എന്താണോ, അള്ളാഹുവിന്റെ ഖദർ എന്താണോ, അത് മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂ. എന്നാൽ വിശുദ്ധ ഖുർആൻ പഠിച്ച ആളുകൾക്ക് ഒരു മനക്കരുത്തുണ്ടാകും, ഒരു ദൃഢനിശ്ചയമുണ്ടാകും, ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ടാകും, ഒരു തന്റെ ഇടമുണ്ടാകും, പക്വതയും വിവേകവും കാര്യബോധവും ഉണ്ടാകും. അങ്ങനെ അവർ ഈ ദുനിയാവിലും പരലോകത്തിലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കും. ഹബീബായ പ്രവാചകൻ വിശ്വസിച്ച സത്യവിശ്വാസികൾക്ക് മക്കയിൽ നിന്ന് ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ മറ്റൊരു പ്രദേശമായ ഹബിഷയിലേക്ക് പലായനം ചെയ്യാൻ അനുവാദം നൽകി. പിന്നെ മദീനയിൽ പതുക്കെ പതുക്കെ ഇസ്ലാം വിജയിച്ച്, ഇസ്ലാം പ്രചരിച്ച് 83 ആളുകൾ വന്ന് പ്രവാചകനുമായി ബൈഅത്ത് ഉടമ്പടി ചെയ്ത് അവർ തിരിച്ചുപോയ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, വിശ്വാസികളെ, നിങ്ങൾക്ക് ശാന്തമായി സമാധാനമായി സ്വസ്ഥമായി ജീവിക്കാൻ മദീന എന്ന പുണ്യഭൂമി നിങ്ങളെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. യാത്ര പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം. ഹിജറ പോയി അവർ, പലായനം ചെയ്തു അവർ. അങ്ങനെ മദീനയിലെത്തി. പ്രവാചകൻ ഇവർ മദീനയിലേക്ക് എത്തി 5-6 വർഷം കഴിയുന്ന സമയത്ത് അള്ളാഹുവിന്റെ അനുവാദം, പ്രവാചകനും പലായനം ചെയ്യാൻ അനുവാദം ലഭിച്ചത്. പ്രവാചകന്റെ വീട് മക്കയിലുള്ള ഖുറൈശി പ്രമാണിമാരുടെ ധീരരായ യുവാക്കൾ വലയം ചെയ്ത് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ആ സമയത്താണ് അള്ളാഹുവിന്റെ അനുവാദം ലഭിച്ചത്. പ്രവാചകന്റെ പൊന്നുമരുമകൻ, പ്രവാചകന്റെ വളർത്തുപുത്രൻ അലി ഇബ്നു അബീ ത്വാലിബിനെ പ്രവാചകന്റെ വിരിപ്പിൽ കിടത്തി പുറത്തിറങ്ങുന്ന സമയത്ത് അള്ളാഹു നബിക്കൊരു സന്ദേശം നൽകി. നബിയെ, ധൈര്യമായി പുറത്തിറങ്ങുക, അവർക്ക് നിങ്ങളെ പിടികൂടാൻ കഴിയില്ല. ആ ഒരു സെക്കൻഡ് വലയം ചെയ്തു നിൽക്കുന്ന ധീരരായ ഖുറൈശി പ്രമുഖരുടെ മക്കൾ, ചോര തിളച്ചുകൊണ്ടിരിക്കുന്ന ആ മക്കൾ ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. അതാണ് അള്ളാഹു നൽകുന്ന സംരക്ഷണം, സുരക്ഷ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ പോയി 2 ദിവസം ഒളിച്ചിരുന്നു. 3-ാമത്തെ ദിവസം ഹബീബായ പ്രവാചകൻ പുറത്തിറങ്ങി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പ്രവാചകന്റെ പൊന്നുകൂട്ടുകാരൻ, ഇസ്ലാമിലെ ആദ്യത്തെ പുരുഷ വിശ്വാസി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമുണ്ട്. രണ്ടാളും യാത്ര പോവുകയാണ്. യാത്ര പോകുന്നതിനിടയിൽ പ്രവാചകന്റെ പിന്നിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും. വല്ല ശത്രുവും കാണുന്നുണ്ടോ, പിന്തുടരുന്നുണ്ടോ? ഒരിക്കൽ തിരിഞ്ഞു നോക്കിയ സമയത്ത് വിദൂരതയിൽ ഒരാൾ രൂപം കാണുന്നു. അമനുഷ്യനാണ് എന്ന് ഉറപ്പില്ല, എന്നാൽ ഒരു രൂപം ദൃശ്യമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ആരോ വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടിയില്ല. മൗനമായിരുന്ന് ഒട്ടകത്തെ തെളിച്ച് മദീനയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാര്യം ബോധ്യമായി. അതിശീഘ്രം കുതിച്ചു പായുന്ന കുതിരപ്പുറത്ത് സുറാഖത്ത് ബിനു മാലിക് ഊരിപ്പിടിച്ച വാളുമായി ഇസ്ലാമിന്റെ ബദ്ധവൈരി കടന്നു വരികയാണ്. ധീരനായ അശ്വഭടനാണ് സുറാഖത്ത് ബിനു മാലിക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, സുറാഖയാണ് വരുന്നത്, കുതിരപ്പുറത്താണ് വരുന്നത്, വളരെ അടുത്തെത്തിയിട്ടുണ്ട്,
ഇപ്പോൾ നമ്മെ പിടികൂടാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയൊരു മറുപടിയുണ്ട്. എന്താ അബൂബക്കറെ, താങ്കളുടെ വിശ്വാസം എന്താണ്? നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കാണോ? അല്ലാഹു സാലിസുഹുമാ, ഈ രണ്ടാളുകളുടെ കൂടെ മൂന്നാമനായി അല്ലാഹു ഉണ്ട് അബൂബക്കറെ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അബൂബക്കറെ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, ഭയപ്പെടണ്ട, ദുഃഖിക്കണ്ട, അല്ലാഹു നമ്മുടെ സുരക്ഷക്കുണ്ട്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസം. സുറാഖത്ത് ബിൻ മാലിക് അതിശീഘ്രം കുതിച്ചു മുന്നോട്ട് വരികയാണ്. പ്രവാചകന്റെ ഒട്ടകത്തിന്റെ പിന്നിലെത്തിയപ്പോ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കുതിരയുടെ മുൻകാലുകൾ ഭൂമിയിലേക്ക് താഴ്ന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകത്തെ തെളിച്ച് ഒരുപാട് സഞ്ചരിച്ചു. ആ സുറാഖയുടെ കുതിരയുടെ മുൻകാലുകൾ പറിച്ചെടുക്കാൻ കഴിഞ്ഞു. വീണ്ടും മുന്നോട്ട് കുതിച്ചു. വീണ്ടും പ്രവാചകന്റെ അടുക്കലെത്തിയപ്പോ സുറാഖയുടെ ഒട്ടകത്തിന്റെ കുതിരയുടെ മുൻകാലുകൾ ഭൂമിയിലേക്ക് താഴ്ന്നുപോയി. 3 പ്രാവശ്യം താഴ്ന്നു പോയപ്പോ സുറാഖ കുതിരപ്പുറത്ത് നിന്ന് പുറത്തിറങ്ങ ഭൂമിയിലേക്ക് ഇറങ്ങി, യാ മുഹമ്മദ്, മുഹമ്മദേ എന്ന് വിളിച്ച്. ആ വിളിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പുഞ്ചിരിച്ച് അവിടെ താഴെ ഇറങ്ങി. എന്നിട്ട് സുറാഖയോട് ചോദിച്ചു, അല്ല സുറാഖ, നീ ഇസ്ലാം മതം സ്വീകരിക്കുന്നോ എന്ന് ചോദിച്ചു. സുറാഖയോട് അസ്ലിം തസ്ലം, നീ ഇസ്ലാം മതം സ്വീകരിച്ചാൽ നീ സുരക്ഷിതനായി സുറാഖ, നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. സുറാഖ പറഞ്ഞു, ഇല്ല മുഹമ്മദേ, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല, പക്ഷെ നിന്നെ കൊല്ലാൻ എനിക്ക് കഴിയില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഹബീബായ പ്രവാചകൻ പറഞ്ഞു, സുറാഖ, നീ ഒരു കാര്യം മനസ്സിലാക്കണം സുറാഖ, നീ നാട്ടിലേക്ക് തിരിച്ചുപോയി ഈ അറേബ്യ മുഴുവൻ ഇസ്ലാമിന് കീഴ്പ്പെടും. മാത്രമല്ല റോമും പേർഷ്യയും ഇസ്ലാമിന് കീഴ്പ്പെടും. റോമൻ ചക്രവർത്തിയുടെ കയ്യിൽ അണിഞ്ഞ സ്വർണവളയുണ്ടല്ലോ സുറാഖ, നിന്റെ കയ്യിലേക്ക് സമ്മാനമായി നൽകപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ഏത് സമയത്താണെന്നറിയോ റസൂൽ അത് പറയുന്നത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒളിച്ചോടുന്ന സമയത്താ. അതാണ് ഇസ്ലാം. ഹബീബായ പ്രവാചകൻ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് 100% പുലരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് ഭരണമേറ്റെടുത്തു, ഖലീഫയായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് റോമൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ഇസ്ലാമിന്റെ സേന ഇരച്ചു കയറി. റോമൻ ചക്രവർത്തിയെ വധിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ അണിഞ്ഞ സ്വർണവളയുണ്ടല്ലോ ഇസ്ലാമിന്റെ ഗനീമത്ത് സ്വത്തായി പിടിച്ചടക്കപ്പെട്ടു. മദീനയിൽ ഭരണം നടത്തുന്ന ഖലീഫ ഉമറിന്റെ അടുക്കലേക്ക് ഈ സ്വർണ വളയെത്തിയപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വിശ്വാസി കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് ചോദിച്ചു, ഐന സുറാഖത്ത് ബിൻ മാലിക്, എവിടെയാണ് സുറാഖ, സുറാഖ എവിടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് പതുക്കെ പുഞ്ചിരി തൂകി സുറാഖ ഖലീഫയുടെ മുമ്പിലെത്തിയപ്പോൾ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകൻ നൽകിയ വാഗ്ദാനം പുലരുകയായിരുന്നു. സുറാഖയുടെ കയ്യിലേക്ക് ആ റോമൻ ചക്രവർത്തിയുടെ കയ്യിൽ അണിഞ്ഞ സ്വർണവള സമ്മാനമായി നൽകുന്ന അതിസുന്ദരമായ മുഹൂർത്തം. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസികളാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുന്ന സ്വതന്ത്ര ഭരണഘടനയുള്ള, സമ്പാദിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചിട്ടുണ്ട്. വർഗീയ ഫാസിസ്റ്റുകളുടെ ഭീകരവാദത്തിന്റെ പേരിൽ അള്ളാഹു നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മിൽ നിന്നത് തട്ടിമാറ്റുകയില്ല. സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കുക,
ഹബീബായ പ്രവാചകൻ ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പൊന്നുമക്കളുടെ മനസ്സിൽ അവർ ഈ പ്രകാശം, ഈ വിശ്വാസത്തിന്റെ കരുത്ത് അവർക്ക് പ്രദാനം ചെയ്യണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി അർത്ഥം പഠിക്കാനുള്ള അവസരം കൂടി ഭൗതിക പഠനത്തിന്റെ കൂടെ നാം ബഹുമാന്യരായ രക്ഷിതാക്കൾ അവർക്ക് നൽകണം. പ്രിയമുള്ളവരെ, ഹബീബായ പ്രവാചകൻ മദീനയിൽ ഇസ്ലാമിന്റെ ഭരണാധികാരിയായി ജീവിക്കുന്ന സമയം, ആ സമയത്ത് പ്രവാചകൻ ഒരു സ്വപ്നം കണ്ടു. മക്കയിൽ വന്ന് ഉംറ കർമ്മം നിർവഹിക്കുന്നതാണ് സ്വപ്നം. ആ വർഷം തന്നെ അത് നിർവഹിക്കുമെന്ന് ഒരിക്കലും തന്നെ പറയാൻ പറ്റില്ല. പ്രവാചകൻ ആ വർഷം തന്നെ അതിന് പുറപ്പെട്ടു. 1300ഓളം സഹാബികളുടെ, വിശ്വാസികളുടെ കൂടെയാണ് ഉംറയ്ക്ക് വേണ്ടി വന്നത്. പക്ഷേ മക്കയിലുള്ള ബഹുദൈവാരാധകരായ ഖുറൈശി പ്രമാണിമാർ വഴിയിൽ വെച്ച് അവരെ തടഞ്ഞു. അവിടെ വെച്ച് ഒരു സന്ധി ഉണ്ടായി. ആ സന്ധിക്ക് പറയുന്ന പേരാണ് ഹുദൈബിയ സന്ധി. ഈ സന്ധിയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന, നിങ്ങൾക്ക് ഞാനിതാ വമ്പിച്ച ഒരു വിജയം നൽകിയിരിക്കുന്നു എന്ന്. എന്താ വിജയം? ആ സന്ധിയിലുള്ളത് എന്താ? ഒന്നാമത്തെ എഴുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ മുശ്രിക്കുകൾ പറഞ്ഞ്, ഞങ്ങള് അല്ലാഹ് റഹ്മാനും റഹീമും ആണെന്ന് അംഗീകരിച്ചാല് പിന്നെന്താ നിങ്ങൾ തടയുന്നതിന് അർത്ഥം? റഹ്മാനുർ റഹീം എന്ന് വെട്ടണം മുഹമ്മദ് മുഹമ്മദ് റസൂലുള്ള റഹ്മാനുർ റഹീം എന്ന് വെട്ടി ബിസ്മില്ല എന്ന് മാത്രം എഴുതി. രണ്ടാമത് മുഹമ്മദുൻ റസൂലുള്ള എന്ന് എഴുതിയപ്പോ മുശ്രിക്കുകളുടെ നേതാക്കന്മാര് പറഞ്ഞു, മുഹമ്മദേ, നീ അള്ളാന്റെ റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്താ ഞങ്ങൾ എന്തിനാ ഈ തടഞ്ഞത്? റസൂലുള്ള എന്ന് വെട്ടിയിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നാക്കണം എന്ന് പറഞ്ഞു. റസൂലുള്ള എന്ന് മുഹമ്മദ് നബി വെട്ടി, എന്നിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതി. മൂന്നാമത്തെ തീരുമാനം എന്താ? ഒരു വിശ്വാസി മക്കയിൽ നിന്ന് ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മദീനയിലേക്ക് വന്നാൽ അവിടെ അഭയം നൽകാൻ പാടില്ല, മക്കയിലേക്ക് തിരിച്ചയക്കണം. എന്നാൽ മദീനയിൽ നിന്നൊരു വിശ്വാസി വിശ്വാസം ഉപേക്ഷിച്ച് മക്കയിലേക്ക് വന്നാൽ അവനെ ഇവിടെ ഞങ്ങൾ പിടിച്ചു നിർത്തും എന്ന സംരക്ഷണം നൽകുന്ന, അതാണ്. അതും റസൂൽ അംഗീകരിച്ചു. നാലാമത്തെ നിബന്ധന, സ്വാതന്ത്ര്യത്തോടെ, യുദ്ധമില്ലാതെ, സമാധാനത്തോടെ ആദർശ പ്രചാരണത്തിന് അവസരമുണ്ട് എന്നുള്ളതാണ്. അത് മാത്രം അതിൽ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ വിജയം. പക്ഷേ 2-3 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ മുഴുവൻ ദിക്കുകളിലും ചക്രവർത്തിമാർക്ക്, ഭരണാധികാരികൾക്ക്, നാട്ടുകാർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു. ആ കരാറ് മുശ്രിക്കുകൾ ലംഘിച്ചു. 10,000-കണക്കിന് വിശ്വാസികളുടെ സൈന്യം മക്കയിലേക്ക് എരച്ചു കയറി. അതാണ് മക്ക വിജയം എന്നറിയപ്പെടുന്ന ചരിത്ര സാക്ഷ്യം. അതാണ് ആ വിജയമാണ് ഹുദൈബിയ സന്ധിയിലൂടെ ഉണ്ടായത് എന്ന് നാം തിരിച്ചറിയുക. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധ ഖുർആൻ നാം പഠിച്ചവരാണെങ്കിൽ, അറിഞ്ഞവരാണെങ്കിൽ, അതിന്റെ വെളിച്ചം, അതിന്റെ പ്രകാശം സ്വീകരിച്ചവരാണെങ്കിൽ, അതിന്റെ സംസ്കാരം, അതിന്റെ സ്വഭാവ മഹിമ നാം ഉൾക്കൊണ്ടവരാണെങ്കിൽ, അത് പഠിപ്പിച്ച ഏകതയും വിശ്വാസവും കർമ്മപരമായ കാര്യങ്ങളും നാം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ അള്ളാഹു നമ്മെ സഹായിക്കും. അതുകൊണ്ട് എൻ്റെ ബഹുമാന്യരായ രക്ഷിതാക്കൾ, നിങ്ങളുടെ ഈ പൊന്നുമക്കൾ നിങ്ങൾക്ക് പരലോകത്തേക്കുള്ള ഏറ്റവും വലിയൊരു സമ്പത്താണ് എന്ന് തിരിച്ചറിയുക. ആ പൊന്നുമക്കളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇസ്തിഗ്ഫാർ, ആ പാപമോചന പ്രാർത്ഥനയുണ്ടല്ലോ, പരലോകത്തെത്തുമ്പോ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഇവിടുത്തെ ഉസ്താദിനെ പൊന്നാടയണിയിച്ച് ആദരിക്കുന്നുവെങ്കിൽ അതേ രൂപത്തിൽ 2 പൊന്നാടകൾ അണിയിച്ച് നാളെ പരലോകത്ത് ഈ വിശ്വാസികളായ ഉമ്മമാരെയും ഉപ്പമാരെയും അള്ളാഹു ആദരിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ പൊന്നുമക്കൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, ഹബീബായ പ്രവാചകനെ സ്നേഹിക്കുന്ന,
അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന ഹബീബായ പ്രവാചകന്റെ വസീയത്തുകൾ, സാരവത്തായ വാളുകൾ സ്വീകരിക്കുന്ന അത്യുന്നത സംസ്കാര സ്വഭാവമൂല്യമുള്ളവരാക്കി വളർത്താൻ ശ്രമിക്കുക. നാം അതിന് മാതൃകയുള്ളവരാവുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതോടൊപ്പം തന്നെ ഈ പൊന്നു മക്കളുടെ രക്ഷിതാക്കൾക്ക് അള്ളാഹു ഇതൊരു അമലു സ്വാലിഹാത്തായി, സൽക്കർമ്മമായി അള്ളാഹുവെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഈ പൊന്നുമക്കളുടെ മനസ്സുകളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ മരണം വരെ നിലനിർത്താൻ അവർക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അടുത്തത് നമ്മുടെ പരിപാടിയിൽ ഈ ഖുർആൻ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അവരുടെ ഉസ്താദ് അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുക. അത് അണിയിക്കുന്നത് നമ്മുടെ കോളേജിന്റെ പ്രസിഡന്റ് കെ എ ജബ്ബാർ സാഹിബാണ്. അത് സ്വീകരിക്കുന്നത് ബിലാൽ അഹമ്മദ് സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെ അത് സ്വീകരിക്കുവാനും കെ എ ജബ്ബാർ സാഹിബ് അത് അണിയിക്കുവാനും രണ്ടു പേരെയും ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ ഡയറക്ടർ യൂസുഫ് അലി സലാഹി, ഇവിടെ പൊന്നാട സ്വീകരിച്ച ബിലാൽ അഹമ്മദ് കാശ്മീരി, അദ്ദേഹം കാശ്മീർക്കാരനാണ് എന്നുകൂടി ഞാൻ ആമുഖമായി പറയുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇന്ന് ഖുർആൻ മനഃപ്പാഠമാക്കി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഖത്തം തീർക്കുന്ന, ഖുർആൻ മനഃപ്പാഠമാക്കി അത് ഉസ്താദുമാർക്ക് പറഞ്ഞു കൊടുത്ത് ഓതിക്കൊടുത്തുകൊണ്ട് ഈ വരുന്ന 7-ാം തീയതി നടക്കുന്ന സനദ് ദാന സമ്മേളനത്തിൽ സനദ് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന പ്രിയങ്കരായ കുട്ടികളെ, മറ്റു കുട്ടികളെ, ഈ കുട്ടികളുടെ രക്ഷിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ യൂസുഫ് അലി സലാഹിയുടെ ഉത്ബോധനത്തിൽ വ്യക്തമാക്കിയതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ അവരുടെ പഠനത്തിന് തയ്യാറാക്കിയ അവരുടെ രക്ഷിതാക്കന്മാർക്ക്, മാതാപിതാക്കൾക്കുള്ള സ്വർഗപ്രവേശനത്തെ പറ്റിയൊക്കെ ഇവിടെ വിശദമായി സംസാരിക്കുകയുണ്ടായി. ഏതായാലും ഖുർആൻ ഭൂലോകത്തിൽ നിന്ന്
മറഞ്ഞു പോവുകയില്ല. അത് ഇറക്കിയ സുബ്ഹാനല്ലാഹ് അല്ലാഹു തആല അതിനെ ഇടവരുത്തുകയില്ല. കാരണം ഇത് മനഃപ്പാടമാക്കി ഹൃദിസ്ഥമാക്കി തലമുറയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ലോകത്തുള്ളത്. അതിന് നമ്മുടെ ഈ സ്ഥാപനവും ഈ വിനീതമായ ഈ സ്ഥാപനവും കാരണമായി എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി ഞങ്ങൾ കണക്കാക്കുകയാണ്. ഇതിന് തൗഫീക്ക് നൽകിയ സർവശക്തനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന 7 പതിപ്പുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് എത്രമാത്രം അർത്ഥവത്താണ്, അന്വർത്ഥമാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ ഖത്മുൽ ഖുർആനിന്റെ ഒരു പരിശോധനയാണ് ഇനി നടക്കാൻ പോകുന്നത്. അത് നടത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഉസ്താദ് ബിലാൽ അഹമ്മദ് സാഹിബും അതുപോലെ തന്നെ നമ്മുടെ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ നസീം മദനി അവറുകളുമാണ്. ഹാഫിൽ നസീം മദനി അവറുകളാണ്. അവരെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുക. ഖുർആൻ ഖത്തം നടത്തുന്നത് വണ്ടൂർ സ്വദേശിയായ മുജീബ് റഹ്മാൻ സാനിയ ദമ്പതികളുടെ മകൻ മുഫ്ലിഹ് റഹ്മാൻ ഇബ്നു മുജീബ് റഹ്മാനാണ്. ആദരപൂർവം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. أعوذ بالله من الشيطان الرجيم واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. أعوذ بالله من الشيطان الرجيم واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون
قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا اتبعوا من لا يسألكم أجرا وهم مهتدون. അടുത്തത് മേലാറ്റൂർ സ്വദേശിയായ നൂറുൽ സമാൻ സാജിദ ദമ്പതികളുടെ മകൻ തസ്മുൽ ഹഖ് ബിൻ നൂർ സമാൻ. ആദരപൂർവ്വം. أعوذ بالله من الشيطان الرجيم واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. അടുത്തത് വണ്ടൂർ സ്വദേശിയായ ഇസ്ഹാഖ് മാസ്റ്ററുടെയും വജീനയുടെയും മകൻ അലൂഫ് ബിനു ഇസ്ഹാഖ്. ആദരപൂർവ്വം ക്ഷണിക്കും. أعوذ بالله من الشيطان الرجيم وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون
وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. സൈഫുന്നീസ ദമ്പതികളുടെ മകൻ ഹുബൈബ് ബിനു നൗഷാദ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. മുക്കം കക്കാട് സ്വദേശിയായ അബ്ദുസലാം സൗദാവി സലാം ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഹനീൻ ബിനു അബ്ദുസലാം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم. أعوذ بالله من الشيطان الرجيم وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. വണ്ടൂർ കൊക്കാടംകുന്ന് സ്വദേശിയായ മുജീബ് ഷഹബാന ദമ്പതികളുടെ മകൻ ഇബ്രാഹിം ബിൻ മുജീബ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
أعوذ بالله من الشيطان الرجيم. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. ഇങ്ങനെ 7 വിദ്യാർത്ഥികളാണ് ഇന്ന് ഖത്മുൽ ഖുർആൻ പൂർത്തിയാക്കുന്നത്. ഇനി ഇവർക്കുള്ള മെമൻറ്റോ വിതരണമാണ്. അവർക്കുള്ള അവരുടെ രക്ഷിതാക്കൾ തന്നെയാണ്. ആദ്യം മുഫ്ലിഹ് റഹ്മാൻ ബിനു മുജീബ് റഹ്മാൻ മെമൻറ്റോ വാങ്ങാൻ വേണ്ടി മുഫ്ലിഹ് റഹ്മാനെയും രക്ഷിതാവ് മുജീബ് റഹ്മാനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഷിഫിൻ ഹംദ് ബിനു ഷാനവാസ് ഷിഫിനെയും മെമൻറ്റോ നൽകാൻ രക്ഷിതാവ് ഷാനവാസ് സാഹിബിനെയും ക്ഷണിക്കുന്നു. മുന്നിൽ തസ്മിൽ ഹഖ് ബിനു നൂറുസലാൻ തസ്മിലിനെയും സമ്മാന വിതരണം ചെയ്യാൻ വേണ്ടി രക്ഷിതാവിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അറൂഫിനെയും സമ്മാനദാനം നൽകാൻ ഇസ്ഹാഖ് മാസ്റ്ററെയും ക്ഷണിക്കുന്നു. ഹുബൈബ് ബിനു നൗഷാദ് സമ്മാനം വാങ്ങാൻ ഹുബൈബിനെയും രക്ഷിതാവിനെയും ക്ഷണിക്കുന്നു. മുഹമ്മദ് ഹനീൻ ബിനു അബ്ദുസലാം മുഹമ്മദ് ഹനീനെയും രക്ഷിതാവ് അബ്ദുസലാം സാഹിബിനെയും ക്ഷണിക്കുന്നു. ഇബ്രാഹിം ബിൻ മുജീബ് സമ്മാനം വാങ്ങാൻ ഇബ്രാഹിമിനെയും നൽകാൻ വേണ്ടി മുജീബ് സാഹിബിനെയും ക്ഷണിക്കുന്നു. ഇനി ഇവർക്കെല്ലാവർക്കും കൂടി മുജീബ് റഹ്മാൻ സാഹിബിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതും ഏറ്റുവാങ്ങാൻ വേണ്ടി ഓരോ വിദ്യാർത്ഥികളെയും വിതരണം ചെയ്യാൻ വേണ്ടി കോളേജിന്റെ തഹ്ഫീദ് ഖുർആൻ ഇൻചാർജുള്ള എം മുഹമ്മദ് അലി മൗലവിയെയും ക്ഷണിക്കുന്നു. മുഫ്ലിഹ് റഹ്മാൻ ഇബ്നു മുജീബ് റഹ്മാൻ വാ. ഷിഫിൻ ഹംദ് ബിൻ ഷാനവാസ് തസ്മൽ ഹഖ് ബിൻ നൂർ സമാൻ കയ്യോടുക്ക്. അലൂഫ് ബിൻ ഇസ്ഹാഖ് ഹുബൈബ് ബിൻ നൗഷാദ്
മുഹമ്മദ് ഹനീൻ ബിനു അബ്ദുസ്സലാം. ഇബ്രാഹിം ബിൻ മുജീബ്. ഇനി ഉസ്താദ്മാർക്കും ഓരോ ഗിഫ്റ്റ് നൽകിയിട്ടുണ്ട്. ഉസ്താദ് ഹഫീദ് ബിലാൽ ബിനു അഹ്മദ്, അതേപോലെ ഇവരെ വാർഡൻ ഫിറോസ് സലാഹിക്കും ഒരു ഗിഫ്റ്റ് നൽകിയിട്ടുണ്ട്. രക്ഷിതാവ് ഫിറോസ് സലാഹിയെ ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഉസ്താദ്. ഇനി ഇവർക്ക് വേണ്ടി നല്ല ഓരോ ഗിഫ്റ്റുകള് നമ്മുടെ കൊക്കാടംകുന്ന് സ്വദേശിയായ ഇബ്രാഹിമിന്റെ ഉപ്പ മുജീബ് സാഹിബ് നൽകിയിട്ടുണ്ട്. ഓരോരുത്തരെയും വിളിക്കും. അത് വിതരണം ചെയ്യാൻ വേണ്ടി മുജീബ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കണം. മുഫ്ലിഹ് ബിനു മുജീബ് റഹ്മാൻ. സദീജ്. ഷിഫിൻ ഹംദ ബിനു ഷാനവാസ്. തസ്മൽ ഹഖ് ബിനു നൂറുസ്സമാൻ. തസ്മുൽ. അലൂഫ് ബിനു ഇസ്ഹാഖ്. ഹുബൈബ് ബിനു നൗഷാദ്. മുഹമ്മദ് ഹനീൻ ബിനു അബ്ദുസ്സലാം. ഇബ്രാഹിം ബിൻ മുജീബ്. മുഫ്ലിഹ് റഹ്മാൻ ബിനു മുജീബ് റഹ്മാന് വേണ്ടിയിട്ട് കൊച്ചു പെങ്ങളെ വക ഒരു സമ്മാനം ഉണ്ട്. ഒക്കെ ഇവിടുന്ന് തന്നെ കൊടുക്കണമല്ലോ. കൊടുത്തോട്ടെ. വാ. പൊളിക്കണം. നേരെ കൊടുത്തിട്ടോ. അപ്പോ ഈ 7 കുട്ടികൾക്കും ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ കുടുംബാംഗങ്ങൾ നൽകും. ഇതിനേക്കാളൊക്കെ വലിയ സമ്മാനം സ്വർഗാണ്. അതും അവരെ കാത്തിരിക്കുന്നുണ്ട്. നമുക്കൊക്കെ നമ്മുടെ മക്കളെയും ഇങ്ങനെ ഉന്നതിയിലെത്തിക്കാൻ വലിയ ഒരു പ്രചോദനമാകട്ടെ ഇത്തരത്തിലുള്ള ഖുർആൻ ഹിഫ്ള് സംരംഭങ്ങൾ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ഒന്ന് ഇസ്ഹാഖ് മാസ്റ്റർ അവറുകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ മുഹമ്മദിൽ മുസ്തഫ വഅലാ ഇബാദില്ലാഹി കഫ. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച മകര നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ സമയത്ത്
മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് കുറ്റിയിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉസ്താദ് ബിലാൽ അഹമ്മദ് നദവി സാഹിബ് വിളിച്ചിട്ട് പറഞ്ഞു, തിരക്കില്ലെങ്കിൽ ഒന്ന് സലഫിയ കോളേജ് വരെ വരണമെന്ന്. അപ്പം എന്താ എന്ന് ചോദിച്ചപ്പോൾ ലാസ്റ്റ് സബക്ക് ഓതുന്ന ദിവസമാണ്. ഞാനത് അന്ന് പ്രതീക്ഷിച്ചതല്ല. കാരണം അന്നും 7 പേജ് ബാക്കിയുണ്ട്. എന്തായാലും 2-3 ദിവസം എടുക്കുമെന്നാണ് വിചാരിച്ചത്. ആ 7 പേജും ഇന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗം കേൾക്കുന്നതിന് വേണ്ടി വരണം എന്നാണ് അദ്ദേഹം വിളിച്ചതിൻ്റെ ഉദ്ദേശം. ഞാനും കുടുംബവും കൂടെ വന്നു. അങ്ങനെ അവസാന ഭാഗം മോദി കേൾപ്പിക്കുന്ന ആ സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ വളരെ സന്തോഷകരമായ, മറക്കാനാവാത്ത ഒരു സമയമായിരുന്നു. അൽഹംദുലില്ലാ. ആ ഒരു സന്തോഷത്തിന് കുറച്ചുകൂടി മാധുര്യം വർദ്ധിച്ചതിൻ്റെ മറ്റൊരു കാരണം കൂടിയുണ്ട്. 17-18 മാസം കൊണ്ടാണ് പഠനം പൂർത്തിയാക്കിയത്. അതിൻ്റെ കുറേ മാസങ്ങൾക്ക് മുമ്പ് അവൻ ഈ സ്ഥാപനത്തിൽ വന്ന് അഡ്മിഷൻ എടുത്ത് പഠനം തുടങ്ങിയിരുന്നു. 3 ദിവസം മാത്രമാണ് ഇവിടെ നിന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നിർത്തിപ്പോയ ഒരു പഠനം പിന്നെയും മാസങ്ങൾക്ക് ശേഷം ഇതേ സ്ഥാപനത്തിൽ തന്നെ വന്ന്, അത് പറയുമ്പോൾ പ്രത്യേകം കടപ്പാടുള്ള 1-2 ആളുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നസീം മദനി അവറുകളാണ്. കാരണം മുടങ്ങിക്കഴിഞ്ഞ് പിന്നെയും ഇതൊക്കെ സംസാരിക്കുമ്പോൾ അതുപോലെ വീട്ടിൽ പോയി വരാനുള്ള ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന് താൽക്കാലികമായ ചില നീക്കുപോക്കുകളൊക്കെ നടത്തി പഠിക്കാനുള്ള താല്പര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും അഡ്മിഷൻ കൊടുത്ത്, അത് ബഹുമാനപ്പെട്ട യൂസഫ് അലി സ്വലാഹിയുമായിട്ടൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ അറിയിച്ച് ആ പഠനത്തിന് വലിയ പ്രോത്സാഹനം നൽകിയ ഒരാളാണ് നസീം മദനി സാഹിബ്. അതുപോലെ തന്നെ അലൂഫിൻ്റെ ഉസ്താദായിട്ടുള്ള ബിലാൽ ഉസ്താദ് അന്ന് ആ സബക്ക് പൂർത്തിയാക്കി കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് അതിലൊക്കെ കൊടുത്ത് പങ്കിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ചേരം അദ്ദേഹം സംസാരിച്ചു. അതിൽ പറഞ്ഞ നമ്മുടെ മനസ്സിൽ തട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ കീഴിൽ ആദ്യമായി ഹിഫ്ള് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിയാണ് അലൂഫ്. ഇതൊക്കെ പല ഘട്ടങ്ങളിലായിട്ടൊക്കെ പഠിപ്പിച്ച് അതിനിടയ്ക്ക് വേറെ അധ്യാപകർക്ക് ഉണ്ടാവും. പക്ഷേ എൻ്റെ ഈ ഒരു തഹ്ഫീളി അധ്യാപനത്തിൽ ആദ്യം പൂർത്തിയാക്കുന്നൊരു കുട്ടി എന്നുള്ള നിലക്ക് എനിക്ക് കുറെ കൂടി സന്തോഷമുണ്ട് എന്ന് ബിലാൽ നദീം സാഹിബ് ആ സന്ദർഭത്തിൽ പറയുകയുണ്ട്. ഇവിടെ പലരും പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ മക്കൾ ഈ രീതിയിൽ ഇസ്ലാമികമായി ഖുർആനികമായി വളരുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ സ്വപ്നം ആവേണ്ടതുണ്ട്. ഇപ്പോൾ അവർ ഒരു ഘട്ടം മാത്രമാണ് പൂർത്തിയാക്കിയത്. അതും പ്രധാനമാണ്. ഞാനത് എൻ്റെ മകനോട് അല്ലെങ്കിൽ ഈ കുട്ടികളോടൊക്കെ, അവനടക്കമുള്ള ആളുകളോട്, അതുപോലെ തന്നെ രക്ഷിതാക്കളോടും ഈ സന്ദർഭത്തിൽ പറയാനുള്ള ഒരു കാര്യം, സ്വയം നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം, ഈ പഠനം എന്ന് പറയുന്നതിനെ പണ്ഡിതന്മാർ പറയാറുണ്ട്, അത് ഉറുമ്പ് പോലെയാണ്. അത് മെല്ലെ മെല്ലെ അരിച്ചരിച്ചിങ്ങനെ പഠിച്ച് പൂർത്തിയാക്കും. പക്ഷേ അത് പോകുന്നത് ഒട്ടകത്തെ പോലെ ആയിരിക്കുന്നു. അതിനി ഒട്ടകത്തെ പോലെ ഓടിപ്പോവാതിരിക്കാൻ ഈ പഠിച്ച കുട്ടികളും അവരുടെ രക്ഷിതാക്കളൊക്കെ, അപ്പോൾ അവർ കുട്ടികളാണ്, അവർ മുക്കല്ലഫുകൾ ആയിട്ടില്ല. അപ്പോൾ അവരെ അത് ഫോളോ ചെയ്ത് അതിലൂടെ തന്നെ വഴി നടത്തുക എന്ന് പറയുന്നത്, അത് ഉറപ്പിക്കുക, നിരവധി ദൗറകളും മറ്റൊക്കെ പൂർത്തിയാക്കിയിട്ട്
പരിപൂർണമായ ഒരു ഹാഫിള് എന്നുള്ള രൂപത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ ഖുർആൻ പഠനം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ള ഒരു കാര്യം. കുറേ ആളുകളുടെ പേരൊക്കെ ഞാനിവിടെ പറഞ്ഞു. പേര് പറയാത്ത പല ആളുകളും പല രീതിയിലും സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെ ഞാൻ സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. പേര് പറയേണ്ട ഒരു വ്യക്തി ഉണ്ട്, അദ്ദേഹം ഈ സദസ്സിൽ ഇല്ല, അദ്ദേഹം ഇനി ഉണ്ടാവുകയും ഇല്ല. ഇവരുടെയൊക്കെ ഒരു അധ്യാപകനായിരുന്ന മൗലവി സിദ്ദീഖ് ഫലത്തുള്ളവர்கள், ഇവർക്ക് തജ്വീദ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകനായിരുന്നു. അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് ഇന്നും വിട പറഞ്ഞ് പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിനയശീലനായിരുന്ന ഗുരുനാഥന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുകയും പാരത്രിക ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. ഇവിടെ സന്തോഷകരമായ സന്ദർഭത്തിൽ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പല ആളുകളും ഒരുപക്ഷെ അതിൽപ്പെട്ട ചിലരൊക്കെ ആയിരിക്കും നമ്മുടെയൊക്കെ സന്തോഷത്തേക്കാൾ അധികം ഈ വിഷയത്തിൽ സന്തോഷിക്കുക. പക്ഷെ അവർക്കും ഇതിന് സാക്ഷികളാവാനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല. അവരൊക്കെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി കടന്നുപോയ ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ, മറ്റു പ്രിയപ്പെട്ടവർ എല്ലാവരുടെയും ബർസഖി ലോകവും പരലോകവുമെല്ലാം ഖൈറിലും സന്തോഷത്തിലും റാഹത്തിലുമൊക്കെ ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഖുർആനിൻ്റെ മാധുര്യം നുകർന്ന ഈ കുട്ടികൾക്ക് അത് ജീവിതാന്ത്യം വരെ നിലനിർത്താനും ഒടുവിൽ സ്വർഗപ്രവേശനത്തിന് അവർക്കും അവരുടെ കുടുംബത്തിനുമൊക്കെ കാരണമായി തീരത്തക്കവണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ കുട്ടികൾക്ക് എല്ലാവിധ പ്രാർത്ഥനകളും, കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും എല്ലാവർക്കും പ്രാർത്ഥനകളും ആശംസകളും എല്ലാം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബിയ ഖുലൂബിന വനൂറ സുദൂരിന വജലാ ഹമ്മിന വദഹാബ ഹമ്മിന വമ്മിന യാ റബ്ബൽ ആലമീൻ. റബ്ബന ഇഗ്ഫിർ ലനാ വലിവാലിദീന റബ്ബന ഇർഹംഹും കമാ റബ്ബൗനാ സിഗാറ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയ്യാതിന ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ വസല്ലല്ലാഹു തആല വസല്ലമ അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ദുൽ ഖാദർ സലാഹി അവർ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹധരണീയരായ സഹോദരന്മാരെ, യോഗത്തിൻ്റെ അധ്യക്ഷൻ മുഹമ്മദ് അലി മൗലവി, അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഹാഫിദുകളുടെ രക്ഷിതാക്കളെ, പ്രിയ വിദ്യാർത്ഥിനികളെ, വളരെ സന്തോഷം നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഹിഫ്ള് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയിട്ടുള്ള 7 ഹാഫിദുകൾ ഇന്ന് ഇവിടെ നിന്ന് അവരുടെ പഠനം പൂർത്തിയാക്കി പുറപ്പെടുകയാണ്. സന്ദർഭത്തിൽ ഇതിനെ തയ്യാറാക്കിയ രക്ഷിതാക്കളെയും സന്നദ്ധരായ ഇവരെ പഠിപ്പിച്ച് പ്രാപ്തരാക്കിയ ഉസ്താദ് ബിലാൽ അഹമ്മദ് സാഹിബിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയും എല്ലാവരെയും ആശംസ അറിയിക്കുകയും ചെയ്യുകയാണ്. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ വചനം, ഇത് നിങ്ങൾ നിലനിർത്തുന്നതോടൊപ്പം നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എന്നിപ്പോൾ അറിയാം, റമദാനായി കഴിഞ്ഞാൽ നമ്മുടെ പല പള്ളികളിലും ഇമാമത്ത് നിർവഹിക്കുന്നത് നമ്മളെ മറ്റ് സ്റ്റേറ്റുകളിലുള്ള ഹാഫിളുകളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കഴിവുള്ള കുട്ടികളുണ്ടാകുമ്പോൾ നിങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ഇത് നിലനിർത്തിക്കൊണ്ടുപോകുന്നുള്ള കാര്യം വളരെ സാഹസികമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. അതിന് അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ ഒന്നും നീട്ടി പറയുന്നില്ല.
സർവശക്തനായ അള്ളാഹു ഇവർക്കും ഇവരുടെ രക്ഷിതാക്കൾക്കും ഈ സമൂഹത്തിനും ഈ മക്കൾ ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള മക്കളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വാമി. ഇനി നമ്മുടെ സലീം പത്തുതറ തന്നെ നമ്മുടെ ഒരു എല്ലാ നിലക്കുമുള്ളൊരു ഗുണകാംക്ഷിയാണ് ഈ സ്ഥാപനത്തിൻ്റെ. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഈ ഒരു ചടങ്ങിന് എല്ലാ ആശംസകളും നേരുന്നു. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ആരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? VP മുഹമ്മദ് അലി സാഹിബ്. ഞങ്ങളൊക്കെ കുഞ്ഞാണി എന്നാ വിളിക്കാറുള്ളത്. അദ്ദേഹമാണ് നമ്മുടെ ഈ പള്ളിയുടെ ഇപ്പോൾ ഈ വർക്ക് ചെയ്തു തരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പിലാണ് നമ്മുടെ പള്ളി പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 7-ാം തീയതി നമ്മുടെ കോളേജിൻ്റെ 36ാമത് വാർഷികമാണ്. അന്നേ ദിവസം അത് ഉദ്ഘാടനം ചെയ്യണം എന്നും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. വളരെ ദ്രുതഗതിയിലാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം യാദൃശ്ചികമായി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയും നമ്മളൊരു കുറച്ച് സമയം ക്ഷമിച്ചാൽ തിരക്കുള്ള ആളാണ് വരുന്നത്. ഞാൻ നമ്മളെ വേദിയിൽ എത്തിയിരിക്കുന്ന നമ്മുടെ ഗസ്റ്റിന് വേണ്ടി ഞാനിതൊന്ന് പരിചയപ്പെടുത്താണ്. വണ്ടൂർ സലഫിയ കോളേജിൽ ഹിഫ്ദുൽ ഖുർആൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് ഈ വർഷം ഖത്മുൽ ഖുർആൻ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന 7 കുട്ടികൾക്ക് അവരർഹിക്കുന്ന ആദരം നൽകി ബഹുമാനിക്കുന്ന ഒരു സന്ദർഭമാണിത്. അവര് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ഒരു രക്ഷിതാവ് പറഞ്ഞില്ലേ, 18 മാസം കൊണ്ട് പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കി ഇരിക്കുന്ന കുട്ടികളിൽപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ഗസ്റ്റിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, VP മുഹമ്മദ് അലി സാഹിബ് എന്നാ പറയാ ആദ്യത്തിന്റെ പേര്. ഞങ്ങളൊക്കെ വിളിക്കാറുള്ള കുഞ്ഞാണി എന്നാണ്. പൂങ്ങോട് സ്വദേശിയാണ്. ഒന്നുകൂടി ഞാൻ കൃത്യമായി പരിചയപ്പെടുത്തിയാൽ, ഒരു 2 മാസം മുമ്പ് അദ്ദേഹത്തെ ചില സാമൂഹ്യ ദ്രോഹികൾ പിക്ക് ചെയ്തെന്ന് നിങ്ങൾക്കറിയാം. എന്താണെങ്കിലും അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടുകൊണ്ട് സുരക്ഷിതനായി അദ്ദേഹം ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായി അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചു എന്നതാണ്. അത് നമുക്കൊക്കെ ജീവിതത്തിലുള്ളൊരു പാഠമാണ്. അദ്ദേഹമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും നേരിൽ കാണാനും നമുക്കൊക്കെയും തന്നെ ഞാൻ പറഞ്ഞുപോലെ നമ്മുടെ പള്ളിയുടെ പണി അദ്ദേഹമാണ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും കാലങ്ങളായി ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ഞങ്ങളൊക്കെ നോട്ടീസിൽ കൊടുക്കാറുള്ള മുഖ്യ രക്ഷാധികാരി എന്ന് തന്നെയാണ്. അദ്ദേഹം ആ ബാധ്യത കൃത്യമായി നിർവഹിക്കാറുണ്ട് എന്ന് ഈ സദസ്സിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ VP മുഹമ്മദ് അലി സാഹിബ്, അൽഹംദുലില്ലാ, നമ്മൾ ഫെബ്രുവരി 7-ാം തീയതി
നമ്മുടെ പള്ളിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ മുഹമ്മദ് അലി സാഹിബാണ്. അന്ന് നമ്മുടെ 36ാമത് വാർഷിക സമ്മേളനവും സലഫിയ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ഹാഫിളുകൾ 10 ഹാഫിളുകൾക്കുള്ള സനദ് ദാന സമ്മേളനവുമാണ് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൽ ഈ കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ ഇപ്പം തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വന്നുകൂടി എത്തിച്ചേരണം. ബഹുമാനായ മുഹമ്മദ് അലി സാഹിബ് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാലും നമ്മളെ കുട്ടികളുടെ ഈ ഒരു നല്ല ഒരു മുഹൂർത്തത്തിലാണ്, അവരെല്ലാവരും ഹാഫിളാകുന്ന ഒരു ദിവസത്തിലാണ് അൽഹംദുലില്ലാഹ് എത്തിച്ചേർന്നത്. ഒരു 2 വാക്ക് നമ്മളെ അഭിസംബോധന ചെയ്ത് മുഹമ്മദ് അലി സാഹിബ് നമ്മളോട് സംസാരിക്കും. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി. സ്നേഹബഹുമാനങ്ങളുടെ അധ്യക്ഷൻ, സ്റ്റേജിലും വേദിയിലും ഇരിക്കുന്ന എൻ്റെ കുട്ടികളെ, പ്രത്യേകിച്ച് ഹാഫിളായ എല്ലാ കുട്ടികൾക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പ്രാസംഗിച്ച് പരിചയമുള്ള കുറേ ആൾക്കാരുടെ ഇടയിൽ പ്രസംഗം അറിയാത്ത ഒരാൾ വന്ന് സംസാരിച്ചാൽ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്, കാരണം യൂസുഫ് സലായി, മുഹമ്മദ് അലി മാഷി ഇവരൊക്കെ സംസാരിച്ചിടയിൽ ഞാൻ വന്നിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വളരെ ബുദ്ധിമുട്ടാണ്. ഏതായാലും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഞാൻ ഇവിടെ എത്താൻ പറ്റിയത്. ഞാൻ അൺഅക്സെപ്റ്റബിൾ ആ രീതിയിൽ വന്നാണ് ഇവിടെ. ഒരു ചെറിയൊരു കാര്യത്തിന് പള്ളീൻ്റെ പണി പൂർത്തിയാക്കണോ, 6-ാം തീയതി 7-ാം തീയതി ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത് പൂർത്തിയാകുമെന്നല്ലേ. നമ്മൾ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കും. പിന്നെ നമ്മൾ ഒരു 2-3 അറബികളോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണ്ടപ്പോൾ അല്ലേ വരുമോ? ഓക്കെ, ഏതായാലും നോക്കാം. പിന്നെ അദ്ദേഹം പറഞ്ഞു നമ്മൾ കുറേ ആൾക്കാർ തട്ടിക്കൊണ്ട് കഴിഞ്ഞാൽ ശരി തന്നെയാണ്. പക്ഷേ ഈ കഥ ഞാൻ അന്ന് പിന്നെ ഇൻഷാ അല്ലാഹ് വളരെ ഭംഗിയായിട്ട് അന്ന് അവതരിപ്പിക്കാൻ നമ്മൾ ഈ പരിപാടി തന്നു. കാരണം കുറച്ചുകൂടി ആൾക്കാരുണ്ടാകുമല്ലോ. ഇപ്പോൾ പറഞ്ഞതിന് വേസ്റ്റ് ആക്കണില്ല. പൊങ്ങൾക്കും കുറേ പരിപാടി ഉണ്ടല്ലോ. അന്ന് ഞാൻ വളരെ ഭംഗിയായിട്ട് ഒരു സിനിമയിലേക്ക് അല്ലെങ്കിൽ വേറെ രൂപത്തിൽ അത് എഴുതി വെക്കാൻ പറ്റിയ രൂപത്തിൽ ആ ഹിസ്റ്റോറിക്കൽ വേ, എനിക്ക് പറ്റിയ എക്സ്പീരിയൻസ്, കാരണം തട്ടിക്കൊണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളെല്ലാവരും ഞാൻ വിവരിച്ചു തരാം ഇൻഷാ അല്ലാഹ്. പിന്നെ ആഖിറദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഖുർആൻ പഠിക്കുക എന്നുള്ളത് ബഹുമാന്യനായ മുഹമ്മദ് അലി സാഹിബിൻ്റെ ഒരു പ്രത്യേകതയാണ്. സ്വന്തം ഖുർആൻ പഠിച്ച് ഖുർആൻ്റെ ആശയ പ്രചാരണം നടത്തുന്ന, ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം തന്നെ ആളുകൾക്ക് അതിന് പ്രേരണ നൽകുന്ന, സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ ഒരിത് പറയാണ്, എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ കഴിയുന്ന, എന്നാൽ പ്രമുഖനായ വ്യവസായി പ്രമുഖനാണ്. നമ്മളെ കോളേജിൻ്റെ മുഖ്യ രക്ഷാധികാരി കൂടിയാണ്. അൽഹംദുലില്ലാഹ് നമ്മൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അദ്ദേഹം നമ്മൾക്ക് ചെയ്തു തരാറുണ്ട്. ഈ പള്ളിയുടെ പുനരുദ്ധാരണത്തിന് നേതൃത്വം വഹിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട 2 അറബികൾ അന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു നമ്മുടെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുക എന്നുള്ളതല്ല, ഈ പള്ളി ഉദ്ഘാടനത്തിൽ മൂപ്പരുടെ മുഖ്യ അതിഥികളായിട്ടാണ് ഈ 2 അറബികൾ വരുന്നത്. കാരണം ഒരു കോൺഫറൻസ് വിഷയമൊന്നും അവർക്ക് ഉണ്ടാവില്ല, അതുകൊണ്ട് പ്രസംഗിക്കാനൊന്നും അവരുണ്ടാവില്ല. പ്രസംഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് അലി സാഹിബ് പ്രസംഗിക്കും. അതുപോലെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനിയുണ്ട്. പിന്നെ നമ്മുടെ സുബൈർ പീഡിയേക്കലുണ്ട് മുഖ്യ പ്രഭാഷകനായിട്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഈ പ്രധാനപ്പെട്ട നമ്മളെല്ലാവരുടെയും സന്തോഷത്തിൽ, അതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ ബഹുമാനായ മുഹമ്മദ് അലി സാഹിബ് എത്തിച്ചേർന്നതിൽ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനയുമുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ ഇങ്ങനത്തെ ഈ തട്ടിക്കൊണ്ടുപോകലൊക്കെ രക്ഷപ്പെടുത്തിയത് ഒരു പള്ളിയിലേക്കാണ് അദ്ദേഹം കയറി രക്ഷപ്പെട്ടത്. അതന്നെ അദ്ദേഹത്തിൻ്റെ ആ പുണ്യം കൊണ്ട്, നന്മ കൊണ്ടാണ് എന്നുള്ളതാണ്
നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്, ഹബീബായ പ്രവാചകൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കഥയിൽ പറഞ്ഞതുപോലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് വീട് മുഴുവനും വലയം ചെയ്ത് ഒരു ശത്രുക്കളുടെ അള്ളാഹു അവരെ മയക്കിക്കിടത്തി എന്നുള്ളതാണ്. അതേ രൂപത്തില് ഈ ശത്രുക്കൾ മയങ്ങിയത് കൊണ്ടാണ് ബഹുമാന്യനായ മുഹമ്മദ് അലി സാഹിബിന് രക്ഷപ്പെടാൻ സാധിച്ചത്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ സമ്മേളനത്തിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. അതിന് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇവിടെ ഒരുമിച്ച് ചേർന്ന നമ്മുടെ പൊന്നു മക്കൾക്ക് അത് നിലനിർത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ രക്ഷിതാക്കൾക്ക് അള്ളാഹു എല്ലാവിധ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ഈ പള്ളിയുടെ പണി പൂർത്തിയാകാൻ ആ ദിവസത്തേക്ക് തന്നെ 10 ആളുകളാണ് ഇന്നിവിടെ പണി എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് ഒന്നുകൂടി കൂട്ടിയിട്ട് അത് അന്നേക്ക് പൂർത്തിയാക്കണം എന്ന് തന്നെയാണ്. അതിന് അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക. നമ്മുടെ പരിപാടി ഇതിന്റെ അവസാന ഘട്ടത്തിലാണ്. നന്ദിയാണ് ഉള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ അറിയിക്കാണ്, പിന്നെ എല്ലാവർക്കും ഭക്ഷണം ഇവിടെ ഉണ്ട്. ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ എല്ലാവർക്കും ഇവിടെ ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാവർക്കും ഉള്ള ഭക്ഷണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിച്ചേ പോകാവൂ, അല്ലെങ്കിൽ അത് പ്രശ്നമാണല്ലോ. അപ്പം അതുകൊണ്ട് അത് മറക്കരുത്. ഈ പരിപാടിയുടെ അവസാനത്തെ ഇനം നന്ദി അത് ബഹുമാന്യനായ നമ്മുടെ കോളേജിലെ ലെക്ചറർ അനീസ് സലാഹി അവരുകളാണ് നിർവഹിക്കുന്നത്. അതിന് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. റഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹപ്രവർത്തകരെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മക്കൾക്ക് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ സാധിക്കുകയും ഇവിടെ അതൊരു പ്രോഗ്രാമിലൂടെ, ഏറ്റവും നല്ലൊരു പ്രോഗ്രാമിൽ അത് നമ്മൾ ഇവിടെ നടത്തുകയും ചെയ്തു. ഈ ഒരു പരിപാടിയിൽ അവസാനമായി നിൽക്കുന്ന ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എണീറ്റ് നിൽക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ സ്വാഗത ഭാഷണം നിർവഹിച്ച ഹാഫിദ് നസീം മദനി, അധ്യക്ഷ ഭാഷണം നിർവഹിച്ച മുഹമ്മദ് അലി മൗലവി, അതുപോലെ തന്നെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത കോളേജ് ഡയറക്ടർ ടി യൂസുഫ് അലി സ്വലാഹി, അതുപോലെ ഖത്തമുൽ ഖുർആൻ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ, അതുപോലെ മെമൻറ്റോ വിതരണം നടത്തിയ ഈ വിദ്യാർത്ഥികളുടെ ഹാഫിളാക്കിയ ഹിഫ്ളുൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ, പൊന്നാട് അണിയിച്ച ബഹുമാനായ ഉസ്താദിനെ, ബിലാൽ ഉസ്താദിനെ ആദരിച്ച ബഹുമാനായ കെ ജബ്ബാർ സാഹിബ്, അതുപോലെ ആശംസ അറിയിച്ചിട്ടുള്ള ഇസാഖ് മാസ്റ്റർ, അബ്ദുൽ ഖാദർ സ്വലാഹി, അതുപോലെ തന്നെ വിശിഷ്ട അതിഥിയായി നമ്മുടെ ഈ ദിവസം ഇവിടെ പങ്കെടുത്ത ബഹുമാനായ മുഹമ്മദ് അലി സാഹിബ് അവർകൾ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിയ രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, അവിടെ ബന്ധുക്കൾ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഇവിടെ അവസാനിച്ച് അറിയിക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.